അത്ര പെട്ടെന്ന് എത്തിയോ? രണ്ടാൾക്കാരും കൂടെ ഉണ്ടല്ലോ, അവരെവിടെ? അവര് അവരെവിടെ ആയിക്കോട്ടെ, നിന്നെ അവിടെ ഇപ്പൊ പഠിക്കുക പോയിരുന്നു, പഠിക്കാൻ വന്ന് വായ നോക്കൊണ്ടിട്ടുണ്ട്. എന്തോ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വരവാണ്. എന്തായാലും ഞാൻ പോണു. അപ്പോട്ടാ അവർ രണ്ടിനും കൂടെ അവിടെ പോയിരുന്നു. സ്വാനേച്ചിനെ കൂട്ടിന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ഈ വീട്ടുകാരുടെ കാര്യം നമുക്ക് പോയി പറയാം. നമുക്കോ? എന്ത് നമുക്ക്? സ്വന്തമായിട്ട് പോയി പറഞ്ഞാൽ മതി. അല്ല പിന്നെ സോനേച്ചിനെ ഇവിടെ വികസിപ്പിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇനി ബാക്കിയൊക്കെ അപ്പോട്ട് നോക്കിയാൽ മതി. ഇതെന്താ കുഞ്ഞു വല്ല വെള്ളത്തിൽ വീണ് അണ്ണായെ പോലെ വന്നിരിക്കുന്നേ? ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ കാട്ടുമാക്കൻ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ ബ്ലഡി ബംഗാളിക്ക പച്ച. ബംഗാളിക്ക പച്ച എന്തോന്നു? അതൊക്കെ ഒരു ജലദോഷം കയറി എന്നോട് പിന്നെ പറയാം. ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ പോവാം. അയ്യോ, എന്തോ വെച്ചു ചേച്ചി? ആ ബാഗ് വാഷ്റൂമിൽ വെച്ച് മറന്നിട്ടേ. ഇനി എന്നാ പണവേ? ഓ, ഈ സമയമില്ലാത്ത സമയത്താണ് നിങ്ങൾ ബാഗ് എടുക്കാൻ പോകാം. വീട് വരെ നിർത്തിക്കോട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും സ്കൂൾ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ തരാം. ഓ, ഇവളെയും കൊണ്ട് എന്താ ഞങ്ങളുടെ ഭാഗത്ത് വീട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പപ്പയുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കസിൻസിൻ്റെ ബാഗ് കൂടെ എടുത്തിട്ട് തരാം. ഓ, கொஞ்சம் நேரம் வந்து வா மூடி வை ப்ளீஸ். കുക്കി அந்த ബാഗിൽ തന്നെ ഗോൾഡ് എടുക്ക്. എന്നാൽ പിന്നെ നിങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ പോയി ആ ബാഗ് എടുത്തിട്ട് വരാം. ഇനി ട്രെയിൻ ഇപ്പം എടുക്കും. ഇനി അത് കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം, നിങ്ങൾ പോയിക്കോ. ഈശ്വര, വരുന്ന എല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ. ചേച്ചീൻ്റെ അടി കയറിയിരുന്നു, ഞാൻ വിളിക്കുമ്പോൾ മാത്രം വന്നാൽ മതി. ഈ പെങ്കൊച്ച ഞങ്ങളൊക്കെ പിടിച്ച് അടിച്ചേ, വേം വാ. ഇവനെ ഇന്നതേത് വെള്ളം കുറിച്ച ബംഗാളിപ്പേല് ഇവനെന്താ ഷാറുഖ് ഖാൻ കളിക്കുന്ന? ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്താലോ? അല്ലേ വേണ്ട, കുക്കിനെ പിടിച്ച് അകത്ത് വെച്ചിട്ട് അതിൻ്റെ ചവിട്ട. ഞാനിങ്ങനെ ഒരു നന്മോരായിപ്പോയല്ലോ. Again? നീയല്ലേ ഞങ്ങളെ പിടിച്ചടിച്ച്? ഞങ്ങളുടെ സോനിയ എന്ത് ചെയ്യടി പറ. സോനിയോ? ഏത് സോന? എന്നെ കുറിച്ച് അബോധം പറയരുത് കേട്ടോ. ഞാൻ ആരെയും പിടിച്ചടിച്ചിട്ടൊന്നും. അതെ അതെ, നിങ്ങൾക്ക് ആളെ മാറിപ്പോയതായിരിക്കും. ഇവിടെ ഒരു ഉറുമ്പിനെ പോലും തൊട്ട് നോക്കത്തില്ല. നിന്റെ 16 അടിയന്തരം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുക്കി, അയാളോട് മലയാളത്തിൽ തെറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആള് ബംഗാളിയാ. എൻ്റെ അടുത്ത് ഐഡിയ ഉണ്ട്, നീ കൂടെ നിന്നാണ് കേട്ടല്ലോ. അതെ, ഞങ്ങൾക്കൊരു സോനിയനെ അനയൊന്നും അറിയില്ല. നിങ്ങൾക്കൊന്ന് പോവാം. ഓഹോ, പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ഇവളെന്തിനാ ഓടിയേ? അത് പറ. അത് പിന്നെ ഞാൻ ട്രെയിൻ ഇട്ടാൻ വേണ്ടി ഓടിയതല്ലേ. എന്നാ പറ, നീയൊക്കെ ഇങ്ങോട്ടാ പോകുന്നേ? അതിപ്പം ഞങ്ങൾക്ക് എന്ത് ആവശ്യമാണ് തന്നെ ബോധിപ്പിക്കാൻ? കണ്ട് ഉരുണ്ട് കളിക്കുന്ന കണ്ട ഒരുമാൾക്ക് കൂടെ വലിയ ഒളിച്ചോടി പോകാൻ എനിക്ക് തോന്നുന്നു. അതെ, ഞങ്ങൾ ഒളിച്ചോടി പോവാ. അണ്ണ അവളെ സമ്മതിച്ച് ചോദിക്കി, സോനിയോടൊന്ന് ചോദിക്കി. സോനിനെ ഞങ്ങളുടെ അടുത്ത് പുഴുങ്ങിട്ടത് ഇയാൾ ചങ്ങളക്കിടുന്നതാ. ഒന്ന് പറയട്ടെ ചേട്ടാ, ഈ കുക്കി കുടുംബത്തിലെ ഒരേ ഒരു പെങ്കൊച്ചാണ്. അതുകൊണ്ട് തന്നെ ഇവളെ അവർ നിർബന്ധിച്ച് ഒരു കല്യാണം കഴിപ്പിക്കാൻ നോക്കി. എന്നിട്ട് അല്ല, അതായത് എന്നിട്ട് കേട്ടോ, എന്നിട്ട് എന്തായിരുന്നു അവൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ടെന്താ, ഇവർക്കിത് ഈ ചേട്ടനായിരുന്നു ഇഷ്ടം. അതെ. എടി കുഞ്ഞു, നിനക്കത് വട്ടായ? എൻ്റെ പൊന്നു കുക്കി ഒന്ന് വായടച്ചിരിക്കുക. ഇയാൾക്ക് മലയാളത്തിൽ പറയുന്നതൊന്നും മനസ്സിലാവില്ല. തൻ്റെ ആത്മാർത്ഥമായ പ്രണയത്തെ വിട്ടുകൊടുക്കാനാവാത്തത് കൊണ്ട് അവൾ ഒളിച്ചോടി. അതിനിടയ്ക്ക് അങ്ങയുടെ ഒരു സോന. കണ്ടോ അണ്ണ, ഇത്രയും കാലം വളർത്തി വലുതൊക്കെ കുടുംബക്കാരെയൊക്കെ വിട്ടിട്ട് ഏതൊക്കെയോ ചെക്കന്മാരോട് ഇറങ്ങിപ്പോന്നു.
ഇവൻ്റെ മുഖം കണ്ടാലേ അറിയാം ഇവൻ ഈ പെങ്കൊച്ചും തമ്മിലൊരു ബന്ധമില്ലാന്ന്. പറയടാ ചക്ക. അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവൻ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാറില്ല. ശരി, ഓക്കെ. ഇനി പറ, നീ ഏതാ? കണ്ട അണ്ണ, ഇവളല്ലേ ഇപ്പൊ പറയാം ഇവളുടെ കുടുംബത്തിൽ പെങ്കൊച്ചുങ്ങളൊന്നും ഇല്ലാന്ന്. ഇപ്പൊ പെട്ടെന്നൊരു അനിയത്തി അവിടെ നിന്ന് പൊട്ടിമുളച്ചു. അത് പിന്നെ അവള് എൻ്റെ അനിയത്തിയാ. അതെ. ഹായ് മലയാളം. കുറെ നേരായി കഷ്ടപ്പെട്ട് ഓടി വരുന്നതും കൊണ്ട് ഇതിനകത്തേക്ക് പിടിച്ച് കയറ്റിയതും പോരാ, എന്നിട്ട് ഒരുമാതിരി കുറ്റവാളികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എൻ്റെ അനിയത്തിനെയും പെണ്ണിനെയും പിടിച്ച് ചോദ്യം ചെയ്തിട്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു ചോദിക്കണം അല്ലേ? നിങ്ങൾക്കിപ്പോൾ എന്താ അറിയണ്ടേ? എൻ്റെ അനിയത്തി പറഞ്ഞാലും സത്യമാണെന്ന് പറയണം. ഇന്നാ കണ്ടോ. എന്താ ട്രെയിലർ പോലെ ഇനി ഫുൾ മൂവി കൂടെ ഞാൻ കാണിച്ചു തരണോ ചേട്ടന്മാരെ? കുക്കിയുടെ ബോധം പോയതുകൊണ്ട് തന്നെ അവർ നാട്ടിൽ കിട്ടിയത് അവരെന്നെ അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാണെന്നറിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ബംഗാളിനെ അവർ പിന്നെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇനി നാട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തലതിരിച്ച വേറൊരു കുടുംബത്തിനെയും കൂടെ പരിചയപ്പെട്ടിട്ട് വരാം. കുളിച്ച് വരണ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ഇപ്പം അവിടെ പറന്നു പോയാൽ. നീന്ത് എന്നെ നോക്കണേ, ഞാനൊന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, എൻ്റെ നീലക്കഥയുള്ള സൂപ്പർമാൻ്റെ ഷെഡ് നീയാണ് എടുത്തതെന്ന്. ഡാ, ഞാനൊക്കെ സ്ട്രോബെറി വാങ്ങിച്ചിട്ടാ, എൻ്റെ ചക്കര ഇല്ലടാ, പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്. ആരുടെ അവിടെ കിടന്ന് നിലവിളിക്കുന്ന മനുഷ്യരൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല സമാധാനത്തിൽ. ആ പൊട്ടക്കാപ്പ എന്താ പപ്പയുടെ ഫ്രണ്ടിൻ്റെ ആരും കല്യാണം ഉണ്ട്, അതിന് പോകണം. ഓ, ഇനിയിപ്പോൾ അതും ഉണ്ടോ എൻ്റെ ദൈവമേ. ഞാൻ എവിടെയോ ഇവളെന്താ ഇവിടെ? നിങ്ങൾ ആരെ കുറിച്ച് പറയുന്നേ? എനിക്ക് മനസ്സിലാവുള്ള ആരത്? മറ്റേ മുത്തുങ്ക കുക്കിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവനത് ട്രെയിനിൽ വെച്ചിട്ട്. ഓ, ആ തിണ്ടിയാണ് ഈ തിണ്ടി. പക്ഷെ കാണാനൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവനെന്തെങ്ങനെ നോക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യൂട്യൂബ് ടച്ച്, നീ എൻ്റെ കൊച്ചിനെങ്ങനെയൊക്കെ നോക്കൂടാ പറ്റി. നീ എന്താ തിണ്ടി ഇവിടെ ചെയ്യുന്നേ? വാടാ പോവാ. ആടാ ദേ വരുന്നു. എന്താ മൊഴി, വലിയ ഡിങ്കോൾഫി ഉണ്ടോ? എന്ത് ഡിങ്കോൾഫി? നീ അതൊക്കെ പറയണേ? അല്ല, അവിടെ നിൽക്കുന്ന കൊച്ചിനോട് കുറെ നേരെ ഒരു കമനോട്ടം. അതൊക്കെ ഒരു ജലദോഷം പിടിച്ച കഥയാണ്, എന്നോട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നടക്കണ കാണുന്നില്ലേ? ആഹാ, അത് കൊള്ളാം. നീ അല്ലേടി ആദ്യം എന്നെ മുട്ടിയെ? അതെ, കണ്ണ ആകാശത്ത് വെച്ചോണ്ട് നടന്നിട്ട് ബാക്കിലാരെ ചെന്ന് നോക്കിയിട്ട് കുറ്റം പറയുന്നല്ലേ. അതുപോലെ നീ ഏതൊരു കുതിരപ്പല്ലി, അവര് തമ്മിലുള്ള പ്രശ്നം അവര് തീർത്തോളും, നീ മുണ്ടാട്ടില്ല. അതുപോലെ താനാരുടെ കാട്ടുമാക്കാനെ എനിക്ക് വേണ്ട പ്രശ്നത്തിൽ ഞാൻ ഇടപെടും. താനാരാടാ പറയാൻ? ഞാനെന്താ വല്ല വട്ടുണ്ട്? കുറെ നേരെ എന്നെ നിന്നെ നോക്കി തുടങ്ങിയിട്ട്. എന്റെ പേരെന്താ? എൻ്റെ പേരെനിക്ക് പറയാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ തന്നെ ഞാനിത് തന്നോട് പറയണം. ഭാഷയാണെങ്കിൽ മോളിവിടുന്നത് പറഞ്ഞിട്ടേ പോകും. എന്നാ പിന്നെ താൻ പറയിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ പറയിപ്പിക്കും. എന്നെ തനിക്ക് ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് നിന്നെ ശരിക്കും അറിയില്ല, അത് ശരി തന്നെ. അന്ന് ട്രെയിനിൽ വെച്ച് സംഭവിച്ചത് നമുക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഓർമ്മ കൂടെ വേണ്ടെങ്കിൽ എൻ്റെ പൊന്നു മോളിവിടുന്ന പേര് പറ. നീ പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ പറയിപ്പിക്കും, നമുക്ക് നോക്കാം. നിന്റെ വാശി കാണാനൊരു രസമൊക്കെ ഉണ്ട്. വായ നോക്കി ഞാൻ തന്നെ എടുത്തോളാം. അവിടെ കുക്കി നീടെന്നാ ചെയ്യുക? വായ് വാ പോവാ, അവിടെ പ്രശ്നമൊക്കെ കഴിഞ്ഞു. ആടി ഇതാ വരുന്നു. ഇവ